ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ സരയു കിരൺ കൊടുത്ത സാരിയെ കൊടുത്തിട്ട് വർക്കിന് പോകാൻ വേണ്ടി, അതായത് ആദ്യമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുവാണ്. ആ സമയത്ത് നമ്മുടെ സരയു പറഞ്ഞ അമ്മേ, ഈ സാരി നന്നായിട്ടുണ്ടല്ലേ, കിരണൊക്കെ നല്ല ആൾക്കാരാ എന്ന് പറയുമ്പോൾ താര പറയുന്നുണ്ട് വളരെ നല്ല ആൾക്കാരാണെന്ന് കാണിക്കാണ്. സരയു പറയണ്ട അതേ അമ്മേ, അവരൊക്കെ വളരെ നല്ല ആൾക്കാരാ. മോശം സ്വഭാവം ഉണ്ടായത് എനിക്കും എൻ്റെ അച്ഛനും അമ്മക്കും മാത്രമായിരുന്നു. എൻ്റെ അച്ഛനാ എല്ലാത്തിനും കാരണം. എൻ്റെ അമ്മേനെയും എന്നെയും ഈ അവസ്ഥയിലാക്കിയത് എൻ്റെ അച്ഛൻ തന്നെയാ. ഞാൻ ജനിച്ചപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ വാശിയും വൈരാഗ്യവും ദേഷ്യവും മാത്രം അച്ഛൻ കുത്തി നിറച്ചു തന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്. അതുകൊണ്ട് നല്ലതൊന്നും കാണാൻ എനിക്ക് സാധിച്ചില്ല. എന്തായാലും ഇനി എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണമേ. എനിക്ക് എൻ്റെ അമ്മേനെയും മോളെയൊക്കെ നന്നായിട്ട് നോക്കണം. അപ്പോൾ ഞാൻ ജോലി പോയിട്ട് വരാമേ, അമ്മയുടെ അനുഗ്രഹമൊക്കെ വേണം എന്ന് പറഞ്ഞ അനുഗ്രഹം വാങ്ങിക്കുകയാണ്. എൻ്റെ സരയു പറയുന്നുണ്ട് ഞാൻ നേരെ പോകുന്നത് രൂപാന്റിയുടെ വീട്ടിലേക്കാണ്. അവിടെ പോയി ആന്റിയുടെ അങ്കിളുടെ അനുഗ്രഹം വാങ്ങിക്കണം. പിന്നെ മോളെ ഒന്ന് കാണണം, മോൾക്കൊരു ഉമ്മ കൊടുക്കണം. പിന്നെ ഇത്ര നാളെ വളർത്തി വലുതാക്കിയ എൻ്റെ അമ്മയുണ്ടല്ലോ ഷാരി, ആ അമ്മേനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ താര അത് വേണം എന്ന് ഇങ്ങനെ തലയാട്ടാണ്. അപ്പൊ സരയു പറയുന്നുണ്ട് അമ്മ എന്നെ സ്നേഹിക്കുമെന്ന് ഒരുപാട് പേടിയായിരുന്നു ഷാരി അമ്മക്ക്. ഞാൻ അമ്മേനെ സ്നേഹിച്ച് അമ്മയുടെ കൂടെ നിൽക്കുമെന്നൊക്കെ വല്ലാത്ത ടെൻഷനായിരുന്നു. പക്ഷെ എൻ്റെ ഈ അമ്മക്ക് അതൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് വേണ്ടത്. മനസ്സിൽ അസൂയോ കുശുമ്പോ ഒന്നും പാടില്ല. അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ജീവിതം നന്നാകുമെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എങ്കിൽ ഞാൻ പോയിട്ട് വരാമേ എന്ന് പറഞ്ഞിട്ട് സരയു അവിടെ നിന്ന് പോകുക കേട്ടോ. അങ്ങനെ സരയു നേരെ RS കൺസ്ട്രക്ഷനിൽ എത്തുന്നുണ്ട്. അവിടെ നിന്ന് ഓട്ടോയിലായിട്ട് പോണത്. അപ്പൊ ഓട്ടോ ഇറങ്ങുമ്പോൾ തന്നെ സെക്യൂരിറ്റി സരയുവിനെ ഇങ്ങനെ നോക്കാണ്. ഇവളെന്താ ഇവിടെ എന്ന രീതിയിൽ ഇങ്ങനെ സരയുവിനെ നോക്കുന്നുണ്ട്. സാരി ഓട്ടോക്ക് പൈസ കൊടുത്തതിന് ശേഷം നേരെ പോകുമ്പോഴേക്കും സെക്യൂരിറ്റി ചേട്ടൻ എന്റെ ചോദിക്കണേ എന്തായിട്ടാ ഇങ്ങനെ നോക്കുന്നെന്ന് ചോദിക്കുമ്പോൾ അല്ല നീ സരയുവല്ലേ, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ കിരണിനെയും കാണാൻ വേണ്ടി വന്നതാ. കിരൺ സാറിനെ കല്യാണം മേടത്തിനോ? അവരെ കാണാനൊന്നും പറ്റില്ല. അവരെ കാണണമെങ്കിലേ നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കണം. അത് മാത്രല്ല നിന്നെ പ്രത്യേകിച്ച് വിടാൻ പറ്റില്ല. നിന്നെ വിടണമെങ്കിൽ ദേഹപരിശോധനയൊക്കെ നടത്തണം. ചേട്ടാ പരിശോധിച്ചോ എന്ന് പറഞ്ഞിട്ട് ബാഗ് കൊടുക്കാണ്. അല്ല നീ കുറച്ചു മെന്റൽ ഹോസ്പിറ്റലായിരുന്നല്ലോ, നിന്റെ തലക്കൊക്കെ അസുഖമൊക്കെ മാറിയോ? എല്ലാം മാറി ചേട്ടാ എന്ന് പറയാണ്. അപ്പോഴേക്കും ഹരിയേട്ടൻ അവിടെ വരുന്നുണ്ട്. എടോ എന്താടോ അവിടെ എന്ന് ചോദിക്കാണ്. അല്ല കല്യാണി മേഡത്തിനെയും കിരൺ സാറിനെ കാണാൻ വന്നതാ. ഞാനൊന്ന് പരിശോധിക്കാൻ പോവായിരുന്നു. പരിശോധിക്കൊന്നും വേണ്ട, കല്യാണിയും കിരണും പറഞ്ഞിട്ട് തന്നെയാ അവര് വന്നത് എന്ന് പറയാണ്. ഇവരെന്തിനാ സാർ വന്നത്? ഈ സ്ഥാപനം ഇപ്പൊ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് വന്നിട്ട് ഈ സ്ഥാപനം കുത്തുവാളെടുക്കാൻ വേണ്ടിയാണോ ഇവരെ വിളിച്ചു വരുത്തിയത്? എടോ താൻ വിചാരിക്കുന്ന പോലെയല്ല, സരിയോ ഈ കമ്പനിയിലെ ഒരു സ്റ്റാഫാണ്. എന്റെ സാറെ വേലി കിടക്കുന്ന പാമ്പിനടുത്ത് കമ്പനിയുടെ ഉള്ളിലിടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാണ്. താൻ അഭിപ്രായം ഒന്നും പറയണ്ട, ഇത് കിരണിന്റെയും കല്യാണിന്റെ അഭിപ്രായമാണ്. സരിയു അകത്തേക്ക് പോയിക്കോ എന്ന് പറയാണ്. അങ്ങനെ സരിയു അകത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അകത്ത് പോണ സമയത്ത് സെക്യൂരിറ്റി ചേട്ടനോട് പറയുന്നുണ്ട് ചേട്ടാ പേടിക്കൊന്നും വേണ്ട, എനിക്ക് തലക്കസുഖമൊക്കെ മാറി, ഇപ്പൊ ഞാൻ പഴയ സരിയു അല്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാട്ടോ. അകത്ത് കയറി പോയി കഴിയുമ്പോഴേക്കും സെക്യൂരിറ്റി ഹരിച്ചേട്ടനോട് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇവളുടെ മട്ടും പാവുന്നു ഇപ്പോഴും ശരിയല്ല സാറേ എന്ന് സെക്യൂരിറ്റി പറയുമ്പോൾ ഹരിയേട്ടൻ പറഞ്ഞിട്ട് നമുക്ക് നോക്കാടോ എവിടെയും വരെ പോകുമെന്ന് എന്ന് ഹരിയേട്ടനും പറയാടോ. അങ്ങനെ സരിയു കിരണും കരുണും വർക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവരുടെ ക്യാബിനിലേക്ക് സരിയു കയറുവാണ്. മേ ഐ കമ്മിങ് സർ എന്ന് പറഞ്ഞ് കയറുവാട്ടോ. സരിയോ വാ എന്ന് പറഞ്ഞിട്ട് കല്യാണിയും കിരണും വിളിക്കുന്നുണ്ട്. കല്യാണി സരിയുവിനെ അടിമുടി നോക്കുവാട്ടോ. ഇത് ആ സാരിയല്ലേ കിരണേട്ടൻ ഇന്നലെ വാങ്ങിത്തന്ന സാരി? അതേ മേഡം എന്ന് സരിയു പറയാണ്. അപ്പോഴേക്കും കിരൺ പറയുന്നുണ്ട് നീ ഇവിടെ കയറി വന്ന സമയത്ത് എന്നെ സാറേന്ന് വിളിച്ചു, ഇപ്പൊ കല്യാണിനെ മേഡം എന്ന് വിളിക്കുന്നു. നീ അങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും അല്ല നിങ്ങളിവിടുത്തെ സാറും മേഡമാണ്, നിങ്ങൾ അങ്ങനെ തന്നെയാ വിളിക്കേണ്ടത്. കല്യാണി പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെ വിളിക്കേണ്ട സരിയു, പ്രത്യേകിച്ച് നീ. ഒരു സമയത്ത് നിന്റെ പേരായിരുന്നു ഈ കമ്പനിക്ക്, അന്ന് ഐശ്വര്യം മാത്രമേ ഉണ്ടായുള്ളൂ. അന്നാണ് ഈ കമ്പനി പച്ച പിടിച്ചത്. ഇന്നും പേര് മാറ്റിയെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എങ്കിലും നീ അങ്ങനെ വിളിക്കുമ്പോൾ എന്തൊരു വല്ലാതെ ബുദ്ധിമുട്ട് പോലെ എന്ന് കല്യാണി പറയാണ്. പിന്നെ നീ മാത്രമല്ല ഈ സരിയു പറയണ്ടേ ഞാൻ ഈ കമ്പനിയിലെ ഒരു തൊഴിലാളിയല്ലേ, ശമ്പളം മേടിക്കുന്ന തൊഴിലാളി, അപ്പൊ നിങ്ങളെ അങ്ങനെയാണ് വിളിക്കേണ്ടത് എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ടേ സരിയു നിനക്ക് മാത്രമല്ല ശമ്പളം കിട്ടുന്നത്, എനിക്കും ശമ്പളം തരാറുണ്ട് കിരണേട്ടനും ശമ്പളം എടുക്കാറുണ്ട്. നമ്മളെല്ലാവരും ഈ കമ്പനിയിലെ തൊഴിലാളികൾ തന്നെയാണ്. കമ്പനിയിലെ ലാഭവും വിഹിതവും ഒക്കെ കമ്പനി അക്കൗണ്ടിൽ തന്നെയാണ് ഇടുന്നത്. നമ്മളെല്ലാവരും തൊഴിലാളികൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ടേ സരിയു ഇവള് 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ ഇവൾക്ക് നന്നായിട്ട് ഇപ്പൊ ഇംഗ്ലീഷ് വായിക്കാനും സംസാരിക്കാനും അറിയാം. പിന്നെ ഇവൾക്ക് നന്നായിട്ട് ഇന്റീരിയർ ചെയ്യാൻ അറിയാം. ഇവിടുത്തെ ഫേമസ് ഇന്റീരിയർ വർക്കർ ഇപ്പൊ ഇവളാണ്, അറിയാം കിരൺ എന്ന് സരിയു പറയാണ്. അപ്പൊ കിരൺ പറയുന്നുണ്ട് അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയൊക്കെ ഉള്ള ഇവൾക്ക് ഇതൊക്കെ ആകാന്നുണ്ടെങ്കിൽ സിവിൽ എഞ്ചിനീയർ കഴിഞ്ഞതാണ് നീ. അപ്പൊ നിന്റെ കഴിവും അതുപോലെ തന്നെ നിന്റെ ബുദ്ധിശക്തിയും ഇവിടെ വേണം നീ പ്രയോഗിക്കാനായിട്ട് എന്ന് സരിയു പറയാണ്. കിരൺ പറയാണ്.
പക്ഷെ ഇതുവരെ നീ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് നീ ഒരാഴ്ച എന്തായാലും ഹരിയായിട്ട് നിനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഓ ആയിക്കോട്ടെ എങ്കിൽ നീ എന്നാ നിന്റെ ക്യാബിനിലേക്ക് പോയിക്കോ. കല്യാണി സരിയുടെ ക്യാബിൻ കാണിക്കേ. ശരി ആ സരി എന്ന് പറഞ്ഞിട്ട് കല്യാണി സരിയുനെയും കൂട്ടിക്കൊണ്ട് ആ പുറത്തേക്ക് പോവാട്ടോ. അതേസമയം കാദംബരിയും അതുപോലെ തന്നെ നമ്മുടെ കാർത്തികം ഹോസ്പിറ്റലിൽ നിൽക്കാണ്. കാർത്തിക ഇങ്ങനെ പറയുന്നുണ്ട്, കാദംബരി പറയണ്ട എന്നാലും അച്ഛന് ഈ അവസ്ഥ വന്നല്ലോ കാർത്തിക ചേച്ചി, അച്ഛൻ എല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് ഇപ്പൊ എനിക്ക് പൂർണ്ണ വിശ്വാസമായി. നമ്മുടെ അമ്മമാർക്ക് വിശ്വാസമുണ്ട്. ആ സ്നേഹം കിട്ടണ മുമ്പ് അച്ഛന് ഒന്നും സംഭവിക്കാതിരുന്നാൽ മതി. അതേ കാദംബരി ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴേക്കും കല്യാണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഡോക്ടർ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഡോക്ടർ ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മരുന്നിനോടൊക്കെ ചെറുതായിട്ട് പ്രതികരിക്കുന്നുണ്ട്. പിന്നെ നാളെ നമുക്ക് ഐസിയുയിൽ വേണമെങ്കിൽ മാറ്റാം. പിന്നെ അച്ഛന് ഹൃദയത്തെ നേരത്തെ കുഴപ്പങ്ങളുള്ളതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. പിന്നെ കരളിന് നല്ല രീതിയിൽ മുറിവേറ്റിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ പുറത്തേക്ക് വരുമായിരുന്നു. അപ്പോഴൊക്കെ അത് കേൾക്കുമ്പോൾ കല്യാണിക്ക് വിഷമമാവാട്ടോ. നമുക്ക് അച്ഛനൊന്ന് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും കാണാം. ആളിപ്പോ കണ്ണ് തുറക്കുന്നുണ്ട്, പോയി കണ്ടോളൂ എന്ന് പറയാണ്. അങ്ങനെ കാർത്തികയും കാദംബരി കല്യാണിയും കൂടിയിട്ട് പ്രകാശിനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറുക. പ്രകാശൻ എന്തൊക്കെയോ ആലോചിച്ച് കിടക്കാണ്. മൂന്നുപേരെയും കാണുമ്പോൾ പ്രകാശന് സന്തോഷമാവുന്നുണ്ട്. ആ മക്കളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അച്ഛനിപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല മക്കളെ എന്ന് പറഞ്ഞ് പ്രകാശൻ ഇങ്ങനെ ചുമക്കുവാട്ടോ. അച്ഛൻ സംസാരിക്കണ്ട മോളെ, അച്ഛൻ ഇനിയിപ്പോ അധിക നാളെ ആയുസൊന്നുമില്ല. നിങ്ങൾ സംസാരിക്കാതെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ നിങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ കിടക്കുമായിരുന്നു, ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അച്ഛനൊരു ആഗ്രഹം തോന്നി. കാർത്തിക മോളെ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ അച്ഛാ? നോക്ക്, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് നിന്റെ കൈ നല്ലൊരു പയ്യന്റെ കൈകളിൽ ചേർത്ത് വെക്കണമെന്ന് എനിക്ക് അതിനൊരു അവസരം മോൾ ഉണ്ടാക്കി തരില്ലേ? അച്ഛാ അത് പിന്നെ എന്ന് പറയുമ്പോഴിട്ട് കാർത്തിക കല്യാണിന്റെ മുഖത്തേക്ക് നോക്കാണ്. എന്തിനാ ചേച്ചി എന്റെ മുഖത്തേക്ക് നോക്കണത്? അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാന്ന് പറ. എന്റെ അച്ഛ, ഞങ്ങളെല്ലാവരും എത്ര നാളായ ചേച്ചിയെടുത്തത് പറയണമെന്നറിയാവോ? ചേച്ചി കേൾക്കുന്നില്ല. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. ഈ പ്രാവശ്യം എന്തായാലും ചേച്ചിനെ പിടിവിടാൻ പോണമെന്നില്ല. ചേച്ചിനെ എന്തായാലും നല്ലൊരു പയ്യന്റെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കോ അച്ഛൻ തന്നെ ആ വിവാഹം നടത്തിയും കൊടുക്കും മുന്നിൽ നിന്നിട്ട്. അത് മതി മക്കളെ, അത് മതി എന്ന് പറയാണ്. കല്യാണി പറയണ്ട്, അച്ഛനധികം സംസാരിക്കാനും പാടില്ല, റെസ്റ്റ് ചെയ്യണമെന്ന ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾ പുറത്തുണ്ടാവോട്ടോ എന്ന് പറഞ്ഞിട്ട് അവര് മൂന്നുപേരും കൂടി പുറത്തേക്ക് പോവാട്ടോ. പ്രകാശന് സന്തോഷമാവുന്നുണ്ട്. ശേഷം ലക്ഷ്മി അമ്മ കാർത്തികടുത്ത് പറയുന്നുണ്ട്, കാർത്തികെ എത്ര നാളായി ഞാനും ഈ ആവശ്യം നിന്നോട് പറയുന്നു. നീ ഒരു പയ്യനെ വിവാഹം കഴിക്കണം. അമ്മക്ക് എല്ലാം അറിയാവുന്നല്ലേ. ഞങ്ങളെ സഹായിച്ചതിന്റെ പേരിലാണ് കിരണിനെ കല്യാണിക്കും ഇപ്പൊ അച്ഛനും ഈ ആപത്തൊക്കെ സംഭവിക്കണത്. അപ്പോ ഒരു പയ്യൻ എന്റെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ എന്തിനാ അമ്മ ആ പയ്യന്റെ ജീവിതം നശിപ്പിക്കണത്? എന്നെ ഒരു പയ്യൻ കാണാൻ വന്നെന്ന് അറിഞ്ഞാൽ പോലും ചിലപ്പോ ആ പയ്യന്റെ തലക്ക് വിലയിടും ആ ഗംഗപ്രസാദ്. ഇപ്പൊ തന്നെ അച്ഛന്റെ ഈ അവസ്ഥക്ക് കാരണം ആ സ്റ്റെഫിയാണ്. സ്റ്റെഫി ഗംഗപ്രസാദിന്റെ ആളാണ് എന്ന് ഉറപ്പിച്ചോ മോളെ. കിരണിനും കല്യാണിക്കും ഗംഗപ്രസാദ് മാത്രമല്ല, വിക്രം, രാഹുൽ എല്ലാ ശത്രുക്കളാണ് അമ്മേ. പക്ഷെ അതുപോലെയല്ല, അവർ മൂന്നുപേരും ഇപ്പൊ ഒരുമിച്ചാണ്. മൂന്നുപേരുടെ ഒരുമിച്ചായിരിക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. എന്തായാലും എന്നൊരു ഒരാൾ കാണാൻ വന്ന ഗംഗപ്രസാദ് സമ്മതിക്കുമെന്ന് അമ്മക്ക് തോന്നുന്നുണ്ടോ? ആ പയ്യന്റെ ജീവിതം നശിപ്പിക്കോ അമ്മേ? എന്തിനമ്മേ ഞാൻ കാരണം ഒരു പയ്യന്റെ ജീവിതം നശിഞ്ഞു പോണത്? മോളെ അത് പിന്നെ അമ്മേ, എനിക്ക് വയ്യ അമ്മേ അങ്ങനെ ഒരാളെ നശിക്കാൻ കാണാനായിട്ട് മോളെ. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് മോളെ കല്യാണം കാണണം, കുഞ്ഞുങ്ങളെ കാണണം എന്നൊക്കെ. അതൊക്കെ എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അമ്മേ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ വയ്യ. ഒരാൾ കാണാൻ വന്നാൽ തന്നെ ഗംഗപ്രസാദ് ചിലപ്പോൾ അയാളെ കൊന്നു കളയും. അതുകൊണ്ട് അതൊന്നും വേണ്ട അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക അകത്ത് കയറി പോവാട്ടോ. ലക്ഷ്മി അമ്മക്കും അത് കേൾക്കുമ്പോൾ സങ്കടമാവുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.